നമസ്കാരം. ലോകകപ്പ് ഫുട്ബോളിൻ്റെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടും അർജൻറ്റീനയും നേർക്കുനേർ വരികയാണല്ലോ. കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ റൈവൽറികളിൽ ഒന്നാണ് ഫുട്ബോളിലെ ഇംഗ്ലണ്ട് അർജൻറ്റീന വൈരം. ഈ വൈരത്തിൻ്റെ DNA തിരയുകയാണ് ഈ എപ്പിസോഡിൽ. ഇംഗ്ലണ്ടിൽ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നു. ആ വർഷം ജൂൺ മാസത്തിൽ ഭരണ അസ്ഥിരതയാൽ പൊറുതിമുട്ടുന്ന അർജന്റീനയിൽ ഒരു സുപ്രധാന സംഭവവികാസമുണ്ടായി. സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് പട്ടാള ഭരണം വന്നു. ജനറൽ യുവാൻ കാർലോസ് ഒൻഗാനിയ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. സ്വാഭാവികമായും പട്ടാള അട്ടിമറിക്കെതിരെ യൂണിവേഴ്സിറ്റികളിലും മറ്റുമൊക്കെ പ്രക്ഷോഭമുയർന്നു. അതിനെ അടിച്ചമർത്തിക്കൊണ്ട് അർജന്റീന ഒരു മിലിറ്ററി ഭരണത്തിൽ ആയ സമയത്താണ് ടീം ഇംഗ്ലണ്ടിൽ ലോകകപ്പിൽ പങ്കെടുക്കാൻ പോകുന്നത്. അന്ന് അന്റോണിയോ റാറ്റിൻ ആണ് ക്യാപ്റ്റനും പ്രധാനപ്പെട്ട താരവും. ലോറൻസോയെ കോച്ചായി നിയോഗിച്ച തീരുമാനം മുതൽ ടീമിൽ ചില അപസ്വരങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ AFAയുടെ പ്രസിഡന്റ്, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് വാലന്റൈൻ സുവാരസ് നേരിട്ട് ഇംഗ്ലണ്ടിൽ എത്തുക പോലും ചെയ്തു. അർജന്റീനയെ സംബന്ധിച്ച് കലുഷിതമായി കിടക്കുന്ന ഒരു രാജ്യം, ആ രാജ്യം സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ ആശ്രയം ഫുട്ബോളാണ്. അങ്ങനെ ലോകകപ്പ് ആരംഭിക്കുകയാണ്. ആദ്യ റൗണ്ടുകളിൽ ഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചു. സ്പെയിനിനെ പരാജയപ്പെടുത്തി, വെസ്റ്റ് ജർമ്മനിയെ സമനിലയിൽ തളച്ചു, സ്വിറ്റ്സർലാൻഡിനെ പരാജയപ്പെടുത്തി. അർജന്റീനൻ ടീം അവിടെ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂറോപ്യൻ കാണികൾ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ കാണികൾ തങ്ങൾക്കെതിരാണ് എന്നുള്ളതായിരുന്നു. അന്ന് സൗത്ത് അമേരിക്കൻ ഫുട്ബോളും യൂറോപ്യൻ ഫുട്ബോളും തമ്മിലുള്ള അതിൻ്റെ ശൈലികൾ തമ്മിലും അതുപോലെ തന്നെ കളി നിയമങ്ങളിലെ ചില്ലറ വ്യത്യാസങ്ങൾ സംബന്ധിച്ചുമൊക്കെ അസ്വാരസ്യം നിലനിൽക്കുന്ന കാലമാണ്. അപ്പോൾ അർജന്റീന ഫുട്ബോൾ ടീം കളിക്കുന്ന ഫുട്ബോൾ ഒരു ഡർട്ടി ഗെയിമാണ് എന്ന് ഇംഗ്ലണ്ടിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ കാണികളും കണ്ടു. യഥാർത്ഥത്തിൽ ആദ്യ റൗണ്ട് കഴിയുമ്പോൾ ഫൗളുകളുടെ എണ്ണത്തിൽ ഇംഗ്ലീഷ് ടീമിനേക്കാൾ കുറവായിരുന്നു അർജന്റീന ടീമിൻ്റെ ഫൗളുകളെങ്കിലും അർജന്റീന കളിക്കുന്ന കളി വൃത്തികെട്ട കളിയാണ് എന്നൊരു ചിത്രീകരണം ആ കാലത്ത് ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് ആതിഥേയരും അർജന്റീനയും, ഇംഗ്ലണ്ടും അർജന്റീനയും ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. സ്വാഭാവികമായും വലിയ സംഭവമായി ആ മത്സരം മാറും. ആ മത്സരത്തിന് മുമ്പ് റഫറിമാരെ തീരുമാനിക്കാനായി കെൻസ്റ്റിംഗ്ടണിൽ ഫിഫ ഒരു യോഗം വിളിച്ചു. ആ യോഗം അർജന്റീനയുടെ 2 ഡെലിഗേറ്റുകൾ എത്തുന്നതിന് മുമ്പേ റഫറിയെ തീരുമാനിക്കുന്ന ആ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. അർജന്റീനൻ ഡെലിഗേഷൻ വൈകിയതുകൊണ്ടാണ് എന്നാണ് ഫിഫ പറഞ്ഞ ന്യായം. പക്ഷേ അത് മനഃപൂർവ്വമായിരുന്നു എന്നാണ് അർജന്റീന വിചാരിക്കുന്നത്. എന്തായാലും ജർമ്മൻ നാഷണലായ റുഡോൾഫ് ക്രൈറ്റ്ലൈനാണ് ആ മത്സരത്തിലെ റഫറിയായി തീരുമാനിക്കപ്പെട്ടത്. അതേസമയം തന്നെ ജർമ്മനിയുടെ മത്സരത്തിൽ, ജർമ്മനി ക്വാർട്ടർ ഫൈനലിൽ യുറഗ്വായെയാണ് നേരിടേണ്ടത്. ആ മത്സരത്തിൽ ഇംഗ്ലീഷ് റഫറിയാണ് മത്സരം നിയന്ത്രിക്കുക. ഇത് ഒരു ഗൂഢാലോചനയാണ് എന്ന് അർജന്റീനൻ ടീം അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് വിചാരിക്കുകയും ഈ മത്സരം തങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ പോവുകയാണ് എന്ന് ഭയപ്പെടുകയും ചെയ്തു. അങ്ങനെ മത്സരം വന്നു. അപ്പോൾ മത്സരത്തിന് മുമ്പായിട്ട് മൈതാനത്ത് 20 മിനിറ്റ് പ്രാക്ടീസ് അനുവദിക്കുന്ന ഒരു പതിവുണ്ട്. വെംബ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. സ്റ്റേഡിയത്തിൽ പ്രാക്ടീസ് നടത്താൻ അർജന്റീന ടീമിനെ അനുവദിച്ചില്ല. അതോടുകൂടി ഈ സംശയം അതിൻ്റെ മൂർധന്യത്തിൽ എത്തി. പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അർജന്റീനയുടെ കോച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യം വെംബ്ലിയിലെ കാണികളുടെ സമ്മർദ്ദത്തിനനുസരിച്ച് റഫറി തീരുമാനമെടുക്കരുത് എന്നുള്ളതായിരുന്നു. എന്തായാലും ഈ മത്സരം സാധാരണ നിലയിൽ അവസാനിക്കില്ല എന്ന് തോന്നൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് ഉണ്ടായി എന്ന് തോന്നുന്നു. അതിൻ്റെ തലപ്പത്തുള്ള വാലന്റൈൻ സുവാരസ് കളിക്ക് മുമ്പ് കളിക്കാരെ കണ്ട് നിങ്ങൾ എന്ത് പ്രകോപനമുണ്ടായാലും നിലവിടരുത് എന്ന് അഭ്യർത്ഥിച്ചു. ഒപ്പം ഒരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. അതായത് റഫറിയുമായിട്ടുള്ള ആശയവിനിമയത്തിന് പരിഭാഷകനെ തേടാം എന്നുള്ളത്. കാരണം റഫറിക്ക് ജർമ്മനും ഇംഗ്ലീഷുമേ അറിയുള്ളൂ. അർജന്റീനൻ കളിക്കാർക്ക് അറിയുന്നത് സ്പാനിഷ് മാത്രമാണ്. അപ്പോൾ റഫറിയും കളിക്കാരും തമ്മിലുള്ള സംസാരത്തിന് ദ്വിഭാഷിയുടെ സഹായം തേടണം, അത് അഭ്യർത്ഥിക്കണം എന്ന് AFA കളിക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു. ആ പശ്ചാത്തലത്തിൽ മത്സരം ആരംഭിക്കുകയാണ്. മത്സരത്തിൻ്റെ ആദ്യത്തെ 20 മിനിറ്റുകൾ തന്നെ മത്സരം വാശിയേറിയ മത്സരമായിരുന്നു. ബോബി ചാൾട്ടനെയും ജെഫ് ഹഴ്സ്റ്റിനെയും അർജന്റീനൻ കളിക്കാർ ഫൗൾ ചെയ്തതായി ഇംഗ്ലീഷ് ടീം ആരോപിച്ചു. അതേസമയം ഞങ്ങളാണ് ഫൗൾ ചെയ്യപ്പെട്ടത്, റഫറി ഉചിതമായ നടപടി എടുത്തില്ല എന്ന് അർജന്റീനൻ ടീമും നിലപാടെടുത്തു. എന്തായാലും മത്സരം പുരോഗമിക്കുകയാണ്. 35-ാം മിനിറ്റ് ആ കളിയിലെ വളരെ നിർണായകമായ ഒരു സന്ദർഭമാണ്. കളിയുടെ 35-ാം മിനിറ്റിൽ റാറ്റിനെ റഫറി കളത്തിൽ നിന്ന് പുറത്താക്കി. തുടർച്ചയായ 2ാം തവണയും ബോബി ചാൾട്ടനെ ഫൗൾ ചെയ്തതിനാണ് പുറത്താക്കൽ. നമുക്കിപ്പോഴും ആ വീഡിയോ
യൂട്യൂബിൽ ഫിഫയുടെ തന്നെ യൂട്യൂബ് അക്കൗണ്ടിൽ കിട്ടും. പക്ഷേ എന്താണ് അവിടെ നടന്ന ഫൗൾ എന്നുള്ളത് നമുക്ക് ആ വീഡിയോ കണ്ടാൽ വ്യക്തമാകില്ല. അപ്പോൾ ആ കാലത്തെ ക്യാമറകൾ ഈ കാലത്തേതുപോലെ അല്ല എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ പിന്നീട് ബോബി ചാൾട്ടൺ ആത്മകഥ എഴുതിയപ്പോൾ എന്നെ റാറ്റിൻ 2 തവണ തുടർച്ചയായി ഫൗൾ ചെയ്തിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇന്നത്തേതുപോലെ ചുവപ്പ് കാർഡും മഞ്ഞക്കാർഡും ഒന്നുമില്ല. മത്സരങ്ങളിൽ ചുവപ്പ് കാർഡും മഞ്ഞക്കാർഡും വന്നത് യഥാർത്ഥത്തിൽ ഈ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ഞാൻ വഴിയെ പറയാം. എന്തായാലും റാറ്റിൻ റഫറി പുറത്താക്കിയിട്ടും പിൻവാങ്ങാൻ, അതായത് ഗ്രൗണ്ടിൽ നിന്ന് പോവാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹം മൈതാനത്ത് തന്നെ നിന്നു. അർജന്റീനൻ കളിക്കാർ റഫറിയെ വളഞ്ഞു. അതിനിടയ്ക്ക് ടച്ച് ലൈനിലേക്ക് പോയി കോച്ചുമായിട്ട് റാറ്റിൻ സംഭാഷണം നടത്തി. അതിനുശേഷം അദ്ദേഹം വീണ്ടും കളിക്കളത്തിലേക്ക് തിരികെ വന്നു. ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷം നടക്കുകയാണ്. അപ്പോൾ ഫിഫയുടെ ഒഫീഷ്യലുകൾ എല്ലാവരും മൈതാനത്തേക്ക് എത്തി. റഫറി സംവിധാനത്തിൻ്റെ ഹെഡ് കെൻ ആസ്റ്റൺ അടക്കമുള്ള ഒഫീഷ്യലുകൾ മൈതാനത്തേക്ക് എത്തി. മത്സരം പുനരാരംഭിക്കണമല്ലോ. അങ്ങനെ ആത്യന്തികമായി റാറ്റിന് മൈതാനത്ത് നിന്ന്, കളിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. അർജന്റീന കളിക്കാരുടെ ആ പ്രതിഷേധത്തെ കണക്കിലെടുക്കാതെ മത്സരം പുനരാരംഭിച്ചു. എല്ലാവരും വിചാരിച്ചത് കോച്ച് ടീമിനെ പിൻവലിക്കും, മത്സരം അവിടെ വെച്ച് നിർത്തി ടീമിനെ പിൻവലിക്കുമെന്നുള്ളതാണ്. പക്ഷേ അത് ഉണ്ടായില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കെൻ ആസ്റ്റൺ ഈ മത്സരം കഴിഞ്ഞ് അദ്ദേഹം ഈ മത്സരത്തിന് ശേഷം കാർ ഓടിച്ചു പോകുമ്പോൾ ഒരു ട്രാഫിക് സിഗ്നലിൽ വെയിറ്റ് ചെയ്തു. അപ്പോൾ ട്രാഫിക് സിഗ്നലിൽ മഞ്ഞയും ചുവപ്പും ലൈറ്റുകൾ കണ്ട് ആ ആശയത്തിൽ നിന്നാണ് പിന്നീട് ഫുട്ബോൾ മാച്ചുകളിൽ ഈ മഞ്ഞക്കാർഡും ചുവപ്പ് കാർഡും ഉണ്ടാവുന്നത്. കളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട റാറ്റിൻ അവിടെ ബ്രിട്ടീഷ് രാജ്ഞിക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്ന റെഡ് കാർപ്പറ്റിൽ ഇരുന്നു. രാജ്ഞി വന്നിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം കുറച്ചു നേരം റെഡ് കാർപ്പറ്റിലിരുന്നു. അതിനുശേഷം ടച്ച് ലൈനിന് സമാന്തരമായി കോർണർ ഫ്ലാഗിൻ്റെ അടുത്തേക്ക് നടന്ന് അദ്ദേഹം ടണലിലേക്ക് നടക്കുകയാണ്. അപ്പോൾ റാറ്റിൻ നടക്കുന്ന അതേ സമയത്ത് തന്നെ ഗ്യാലറിയിൽ നിന്ന് റാറ്റിന് നേരെ ഇംഗ്ലീഷ് കാണികൾ ചോക്ലേറ്റ് ബാറുകൾ വലിച്ചെറിഞ്ഞു. അപ്പോൾ തൻ്റെ ദേഹത്ത് വീണ ചോക്ലേറ്റ് ബാറുകൾ കുനിഞ്ഞെടുത്ത് അത് പൊട്ടിച്ച് ടേസ്റ്റ് ചെയ്തുകൊണ്ടാണ് റാറ്റിൻ നടന്നു പോകുന്നത്. കോർണർ ഫ്ലാഗിന് അവിടെ അദ്ദേഹം ബ്രിട്ടീഷ് പതാക കണ്ടു. ആ പതാകയിൽ റാറ്റിൻ കൈ തുടച്ചു. അതോടുകൂടി കാണികൾ അദ്ദേഹത്തിന് നേരെ ബിയർ നിറച്ച ഒരു ഗ്ലാസ് എറിഞ്ഞു. അവിടുന്ന് ഏതാണ്ട് ഓടുന്നത് പോലെയാണ് അദ്ദേഹം ടണലിലേക്ക് മടങ്ങിയത്. മത്സരം അതേസമയം പുനരാരംഭിച്ചു. 10 പേരുമായി ചുരുങ്ങി എങ്കിലും അർജന്റീന അവരുടെ വീര്യം കൈവിട്ടിരുന്നില്ല. അവർ ധീരമായി പിടിച്ചു നിന്നിരുന്നു. പക്ഷേ 78-ാം മിനിറ്റ് വളരെ നിർണായകമായി. ജെഫ് ഹേഴ്സ്റ്റ് 78-ാം മിനിറ്റിൽ ഒരു ഹെഡർ ഗോളിലൂടെ ഇംഗ്ലണ്ടിനെ മുന്നിലെത്തിച്ചു. അങ്ങനെ അർജന്റീനയ്ക്കെതിരെ 1 ഗോളിന് ഇംഗ്ലണ്ട് ലീഡെടുത്തു. 90 മിനിറ്റ് പൂർത്തിയാകുമ്പോഴും അർജന്റീനയ്ക്ക് ഗോൾ തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ മത്സരം അർജന്റീനയെ ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തി. മത്സരശേഷവും ഒരുപാട് ഡ്രാമ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ നമുക്ക് ആ വീഡിയോകൾ പരിശോധിക്കുമ്പോൾ ആ വീഡിയോകളിലില്ല. ഇംഗ്ലീഷ് താരങ്ങൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അർജന്റീന താരങ്ങൾ തങ്ങളുടെ മുഖത്ത് തുപ്പി എന്നുള്ളതായിരുന്നു. ആ ആരോപണം അവർ ഉന്നയിച്ചു. എന്ന് മാത്രമല്ല, കളി കഴിഞ്ഞ ഉടനെ അർജന്റീന താരങ്ങൾ റഫറിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന ഒരു പരാതിയുണ്ട്. അങ്ങനെ ഒരു വേർഷനുണ്ട്. റഫറിയെ ആക്രമിക്കാൻ ശ്രമിച്ചു, ഇംഗ്ലീഷ് താരങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന ഒരു വേർഷൻ കൂടിയുണ്ട്. എന്തായാലും മാച്ച് കഴിഞ്ഞ് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇംഗ്ലണ്ടിൻ്റെ കോച്ച് റാംസെ അർജന്റീനയെ വിശേഷിപ്പിച്ചത് മൃഗങ്ങൾ എന്നാണ്. ഞങ്ങൾക്ക് നല്ല കളി, നല്ല ടീമുകളുമായി കാഴ്ചവെക്കാൻ കഴിയും, പക്ഷേ മൃഗങ്ങളെപ്പോലെ കളിക്കുന്നവർക്ക് ഒപ്പം ഞങ്ങളെങ്ങനെ നല്ല കളി കളിക്കാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് വലിയ വിവാദമായി. അർജന്റീനിയൻ മാധ്യമങ്ങൾ അത് വലിയ ഒരു ഇൻസൾട്ടായി എടുക്കുകയും ചെയ്തു. മാത്രമല്ല, മറ്റനേകം കഥകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. അതായത് അർജന്റീനിയൻ താരം ടണലിൽ മൂത്രമൊഴിച്ചു, അർജന്റീന കളിക്കാർ തങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചുവെന്ന് ബോബി ചാൾട്ടൺ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അർജന്റീന താരങ്ങൾ ആ വേർഷൻ നിഷേധിക്കുകയാണ്. നമുക്ക് ഈ വേർഷനുകൾക്ക് കൃത്യമായ തെളിവുകളൊന്നുമില്ല എങ്കിലും ഒരു വലിയ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ അനിഷ്ട സംഭവമായിട്ടാണ് 1966 ഇംഗ്ലണ്ട് അർജന്റീന മാച്ചിനെ പൊതുവെ വിശേഷിപ്പിക്കുന്നത്. ആ മാച്ച് ആ നിലയ്ക്ക് തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാണ്. പിന്നീട് ബോബി ചാൾട്ടൺ ആത്മകഥ എഴുതിയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിശദമായി എഴുതിയിട്ടുണ്ട്. ഒനേഗ അടക്കമുള്ള അർജന്റീന താരങ്ങൾക്ക് ഈ മത്സരത്തിലെ ഫലത്തെ തുടർന്ന്, ഈ മത്സരത്തിലെ ഫൗളുകളെ തുടർന്ന് 3 മത്സരങ്ങളിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്ന് മാത്രമല്ല, വലിയ ഒരു തുക ഫിഫ AFAക്ക് ഫൈൻ ഇടുകയും ചെയ്തു. 1970 ലോകകപ്പിൽ അർജന്റീനയെ പങ്കെടുപ്പിക്കില്ല എന്ന നിലപാട് പോലും ഉണ്ടായിരുന്നു. പിന്നീട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളുടെ കോൺഫെഡറേഷൻ ഇടപെട്ടാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കിയത്. അങ്ങനെ വളരെ സംഭവബഹുലമായ 1966 ആ മത്സരത്തിന് ശേഷം പിന്നീട് അർജന്റീനയും ഇംഗ്ലണ്ടും മുഖാമുഖം വരുന്നത് 1986 മെക്സിക്കോ ലോകകപ്പിൽ ആസ്ടെക് സ്റ്റേഡിയത്തിൽ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ. ആ മത്സരത്തിന് മുമ്പ്
അതിൻ്റെ പശ്ചാത്തലം കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. 1982 ഫോക്ലൻഡ് യുദ്ധം നടന്നത്. അറ്റ്ലാന്റിക്കിലുള്ള ദ്വീപുകളാണ് ഫോക്ലൻഡ് ദ്വീപുകൾ. ഈ ദ്വീപിൻ്റെ അവകാശം സംബന്ധിച്ച് ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. സൈനികമായി അർജൻറ്റീനയെ ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തി. മൽവിനാസ് യുദ്ധം എന്നാണ് അർജൻറ്റീനയിൽ ആ യുദ്ധം അറിയപ്പെടുന്നത്. ആ നിലയ്ക്ക് അപമാനിക്കപ്പെട്ടവരായി ഇംഗ്ലണ്ടുകാരാൽ സൈനികമായി അപമാനിക്കപ്പെട്ടവരായിരുന്നു 1986 ലോകകപ്പിന് വരുമ്പോൾ അർജൻറ്റീൻ ടീം അംഗങ്ങൾ. പക്ഷേ അന്ന് ഡീഗോ മറഡോണ മത്സരത്തിന് വരുന്ന സമയത്ത് പ്രതികരിച്ചത്, ഞങ്ങൾ റൈഫിളുകൾ കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ വന്നവരല്ല, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വന്നവരല്ല, ഞങ്ങൾ ഫുട്ബോൾ കളിക്കാനാണ് വന്നത് എന്നാണ് പൊതുപ്രസ്താവനയായി ഡീഗോ മറഡോണ പറഞ്ഞത്. പക്ഷേ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഡീഗോ മറഡോണ എഴുതിയിട്ടുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവർ പക്ഷികളെ കൊല്ലുന്നത് പോലെ കൊന്നു, ഇത് പ്രതികാരത്തിനുള്ള അവസരമായിട്ടാണ് ഞങ്ങൾ എടുത്തത് എന്ന് പിന്നീട് മറഡോണ പറയുകയുണ്ടായി. അർജൻറ്റീനൻ ടീം അന്ന് ഡീഗോ മറഡോണ 10-ാം നമ്പറിൽ കളിക്കുന്നു. വാൽഡാനോ, ബുർഷേഗ അങ്ങനെയുള്ള ടീമാണ്. ഗാരി ലിനേക്കറും പീറ്റർ ഷിൽട്ടനും അടങ്ങുന്ന ഇംഗ്ലീഷ് ടീം. ഇഞ്ചോടിഞ്ച് മത്സരം എല്ലാവരും പ്രതീക്ഷിച്ചു. ആ മത്സരം ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട മത്സരമാണ്. ആദ്യ പകുതി 2 ടീമുകളും വാശിയോടെ പോരാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അന്ന് ടെറി ഫെൻവിക് ഇംഗ്ലീഷ് ഡിഫൻഡർ മറഡോണയെ നല്ലതുപോലെ ഫൗൾ ചെയ്തിരുന്നു 1-ാം പകുതിയിൽ. പിന്നീട് ഗാർഡിയൻ വിലയിരുത്തിയത് 4 റെഡ് കാർഡ് ഒഫൻസ് എങ്കിലും മറഡോണയ്ക്കെതിരെ ഫെൻവിക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നാണ്. 2-ാം പകുതിയുടെ തുടക്കത്തിലാണ് പിന്നെ ചരിത്രം രേഖപ്പെടുത്തിയ സംഭവങ്ങൾ ഒക്കെ ഉണ്ടാവുന്നത്. മത്സരത്തിൽ ഡീഗോ മറഡോണ പീറ്റർ ഷിൽട്ടനെ മറികടന്ന് ബോൾ കൈകൊണ്ട് കുത്തി വലയ്ക്കകത്തേക്കാക്കി. അതിനുശേഷം അദ്ദേഹം കോർണർ ഫ്ലാഗിൻ്റെ അവിടേക്ക് കുതിച്ചോടി. സഹതാരങ്ങൾ പുറകെ വന്നു. പിന്നീട് മറഡോണ തന്നെ പറഞ്ഞിരുന്നു, അതായത് ഞാൻ ഗോൾ അനുവദിക്കപ്പെടുമെന്ന് ആദ്യം വിചാരിച്ചിരുന്നില്ല, സഹതാരങ്ങളോട് ഞാൻ എന്നെ ആലിംഗനം ചെയ്യാൻ പറഞ്ഞു, അവരാദ്യം മടിച്ചു നിൽക്കുകയായിരുന്നു, അവരോട് ഞാൻ എന്നെ ആലിംഗനം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ റഫറി കാണാത്ത, നമ്മളിപ്പോൾ വീഡിയോ കണ്ടാലും അറിയാം, റഫറി കാണാത്ത ആംഗിളിൽ നിന്നായിരുന്നു ഗോൾ. അത് മറഡോണയുടെ ഹെഡറാണ് എന്നാണ് അന്നത്തെ റഫറി, ടുണീഷ്യയിൽ നിന്നുള്ള അലി ബിൻ നസീർ ആയിരുന്നു ആ റഫറി. അദ്ദേഹം അതൊരു ഹെഡറാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇംഗ്ലീഷ് താരങ്ങൾക്കും മറഡോണയ്ക്ക് തന്നെയും അത് കൈകൊണ്ട് തട്ടിയിട്ട ഗോളാണ് എന്ന് അറിയാമായിരുന്നു. ഇംഗ്ലീഷ് താരങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തു. പക്ഷേ കമൻറ്റേറ്റർക്ക് പോലും എന്തിനാണ് ഇംഗ്ലീഷ് താരങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലായിരുന്നില്ല. അവർ വിചാരിച്ചത് ഓഫ് സൈഡ് ആണ് ഇംഗ്ലീഷ് താരങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ്. അതൊരു ഹാൻഡ്ബോൾ ആണ് എന്നന്ന് സ്റ്റേഡിയത്തിലിരുന്ന് കളി കാണുന്ന ആളുകൾക്ക് തന്നെയും മനസ്സിലായിരുന്നില്ല, റഫറിക്കും മനസ്സിലായിരുന്നില്ല. അങ്ങനെ കൈകൊണ്ട് അടിച്ച ഗോൾ അർജൻറ്റീനയെ 1-0 മുന്നിലെത്തിച്ചു. ഇംഗ്ലണ്ട് 1 ഉലഞ്ഞുപോയി. ഒരു 4 മിനിറ്റ് കൂടി കഴിഞ്ഞു. ആ 4 മിനിറ്റ് കഴിയുമ്പോഴാണ് ലോകം കോരിത്തരിപ്പോടെ കണ്ട കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഗോൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അതിഗംഭീരമായ ഗോൾ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ ഉണ്ടാവുന്നത്. മറഡോണ സ്വന്തം ഹാഫിൽ നിന്ന് പന്തുമായി കുതിച്ച് ഇംഗ്ലീഷ് താരങ്ങളെ മറികടന്ന്, ബുച്ചറും ഫെൻവിക്കും അടക്കമുള്ള താരങ്ങളെ മറികടന്ന് ഗോളി പീറ്റർ ഷിൽട്ടനെ സ്തബ്ധനാക്കിക്കൊണ്ട് ഫിനിഷ് ചെയ്യുന്നു. ആ ഗോളിൻ്റെ കമൻ്ററി പോലും പിന്നീട് വിശ്വപ്രസിദ്ധമായിട്ടുണ്ട്. എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നു എന്നാണ് അന്ന് അർജൻറ്റീനിയൻ കമൻറ്റേറ്റർ ആ ഗോളിനെ തത്സമയം കണ്ടുകൊണ്ട് ആ ഗോളിനെ വിശേഷിപ്പിച്ചത്. അങ്ങനെ നൂറ്റാണ്ടിൻ്റെ ഗോൾ പിറന്ന മത്സരമാണ് 1986 ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിൽ നടന്നത്. ആ ഗോളോടുകൂടി 2-0 മുന്നിലായി അർജൻറ്റീന വിജയം ഉറപ്പിച്ചു. കളി തീരാൻ വെറും 9 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ തകർപ്പൻ ഒരു ഹെഡറിലൂടെ ഗാരി ലിനേക്കർ ഒരു ഗോൾ തിരിച്ചടിച്ചു. സമാനമായ ഒരു ഹെഡറിൻ്റെ പോസിബിലിറ്റി ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു അല്പത്തിന് പുറത്തേക്കാണ് പോയത്. ഇല്ലെങ്കിൽ അവിടെ 2-2 ആകുമായിരുന്നു. എന്തായാലും 2-1 ആ മത്സരം അർജൻറ്റീന ജയിച്ചു. അപ്പോൾ അർജൻറ്റീനയെ സംബന്ധിച്ച് അത് കേവലമായ ഒരു കളി വിജയം എന്നുള്ളതിനപ്പുറത്ത് ബില്ലാഡോ തന്നെ പിന്നീട് പറഞ്ഞത്, ഞങ്ങൾ ഒരു കളി ജയിച്ചതുപോലെയല്ല, ഞങ്ങൾക്ക് ചാമ്പ്യന്മാരായതുപോലെയാണ് തോന്നിയത് എന്ന്. അതേക്കുറിച്ച് പിന്നീട് മറഡോണ അടക്കമുള്ള അർജൻറ്റീന താരങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടും എഴുതിയിട്ടുമൊക്കെ ഉണ്ട്. 1986 അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരമായിരുന്നു. ആ മത്സരം അവർ വിജയിച്ചു. തുടർന്ന് 1986 അർജൻറ്റീന ലോക ചാമ്പ്യന്മാരാവുകയും ചെയ്തു. 1978 അതിന് മുമ്പ് അവർ കിരീടം നേടിയിരുന്നു. അവരുടെ 2ാം ലോക കിരീടം 1986 നേടുകയും ചെയ്തു. അതിനുശേഷം 1990 അർജൻറ്റീന ഫൈനലിലെത്തി. പിന്നെ അടുത്ത അർജൻറ്റീന ഇംഗ്ലണ്ട് മത്സരം വരുന്നത് 1998 ആ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ അർജൻറ്റീന ചരിത്രം കൂടി പറയണം. ഇംഗ്ലണ്ട് ആ കാലമാകുമ്പോഴേക്ക് ലോക ഫുട്ബോളിൻ്റെ പവർ ഹൗസായി തന്നെ നിലനിൽക്കുകയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ലോകത്തെ ഏറ്റവും മികച്ച ലീഗായി നിൽക്കുമ്പോൾ അർജൻറ്റീന എന്ന ഫുട്ബോൾ രാഷ്ട്രം അതിൻ്റെ തകർച്ചയിലായിരുന്നു. കാർലോസ് മെനം
നടപ്പാക്കിയിട്ടുള്ള നവലിബറൽ നയങ്ങൾ ആ രാജ്യത്തെ വല്ലാതെ ബാധിച്ചു തുടങ്ങിയിരുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധി, ആ സാമ്പത്തിക പ്രതിസന്ധി ഫുട്ബോളിലേക്കും പടർന്നിരുന്നു എന്ന് മാത്രമല്ല, കളി എന്ന നിലയിൽ നോക്കുമ്പോൾ 1994 ലോകകപ്പിൽ അർജന്റീന അപമാനിതരായി പുറത്തായി. ഡീഗോ അർമാൻഡോ മറഡോണയെ മയക്കുമരുന്നിന് പിടികൂടി അയോഗ്യനാക്കി അർജന്റീന അപമാനിതരായി പുറത്തായി. അതിനുശേഷം അർജന്റീനിയൻ ഫുട്ബോളിനും ഒരു തിരിച്ചുവരവ് ആവശ്യമുള്ള കാലമായിരുന്നു 1990-കൾ. അവരുടെ ടീമും അവരുടെ രാജ്യവും കണ്ണീർ കടലിലേക്ക് വീണുപോയ സന്ദർഭം. ആ സമയത്ത് ഹൊസെ പെക്കർമാൻ അർജന്റീനയുടെ യൂത്ത് ടീമിൻ്റെ കോച്ചായി വരികയും പിന്നീടുള്ള ടീമിനെ കെട്ടിപ്പടുക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു ചരിത്രം. ഡാനിയൽ പാസറല്ല ആയിരുന്നു അന്ന് സീനിയർ ടീമിൻ്റെ കോച്ചായി വന്നത്. പാസറല്ലയോട് പ്രധാനപ്പെട്ട താരങ്ങൾ തന്നെ, ബാറ്റിസ്റ്റൂട്ടെ അടക്കമുള്ള താരങ്ങൾ തന്നെ കുറേ നാൾ കലഹിച്ചിരുന്നു. മുടി വെട്ടണം എന്ന് കോച്ച് നിർബന്ധം പിടിച്ചതുകൊണ്ട് ക്ലോഡിയോ കനീജിയ പാസറല്ല കോച്ചായിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഫുട്ബോൾ കളിക്കില്ല അർജന്റീന നാഷണൽ ടീമിന് വേണ്ടി എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ഉള്ള രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളിലാണ് 1998 അർജന്റീന ലോകകപ്പ് കളിക്കുന്നത്. അവരുടെ തുടക്കത്തിലെ മത്സരങ്ങളിൽ വളരെ ആധികാരികമായ വിജയം അവർ നേടി. ജപ്പാനെതിരെ ബാറ്റിസ്റ്റൂട്ടയുടെ ഗോളിന് ജയിച്ചു. ജമൈക്കയ്ക്കെതിരെ 5 ഗോൾ അർജന്റീന അടിച്ചു. അതിൽ ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടയുടെ ഹാട്രിക് ഉണ്ട്. 10ാം നമ്പർ താരമായി മറഡോണയ്ക്ക് തുല്യമായി, അല്ലെങ്കിൽ മറഡോണയ്ക്ക് ശേഷം 10ാം നമ്പറിൽ വന്ന ഏരിയൽ ഒർട്ടേഗ 2 ഗോൾ അടിച്ച മത്സരമായിരുന്നു അത്. ക്രൊയേഷ്യയും മറികടന്നു. അങ്ങനെ ഇംഗ്ലണ്ടുമായി വീണ്ടും അർജന്റീന നേർക്കുനേർ വരികയാണ്. പ്രീ ക്വാർട്ടർ ഫൈനൽ മത്സരം. ആ മത്സരം അങ്ങേയറ്റം വീറും വാശിയും നിറഞ്ഞ മത്സരമായിരുന്നു. മുമ്പ് ചരിത്രത്തിൽ, വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 66-ലെയും 86-ലെയും മത്സരങ്ങളൊക്കെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള അങ്ങേയറ്റം വാശിയേറിയ മത്സരമാണ് 1998 നടന്നത്. ഞാൻ ലൈവായിട്ട് കണ്ട മത്സരമാണ് കേട്ടോ. 6ാം മിനിറ്റിൽ തന്നെ അവിടെ ആദ്യത്തെ ഗോൾ സംഭവിക്കുന്നു. ആ ഗോൾ വരുന്നത് ഡിഗോ സിമിയോണി ഇപ്പോൾ വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കറിയാം. അദ്ദേഹം ഗ്യാലറിയിൽ സജീവമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ഹ്യൂലിയാനോ സിമിയോണി അർജന്റീന ടീമിലുണ്ട്. അദ്ദേഹം ഒരു മത്സരത്തിൽ കളിക്കുകയും ചെയ്തിരുന്നു. സിമിയോണി ഇംഗ്ലീഷ് ഗോളിയെ മറികടക്കുന്ന വിധത്തിലേക്ക് മുമ്പോട്ട് വന്നു. അപ്പോൾ ഗോളി ഡേവിഡ് സീമാനാണ്. അദ്ദേഹം മുന്നിലേക്ക് കയറി ആ ബോൾ തടുക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ഗോളിയുടെ കാലിൽ തട്ടി സിമിയോണി വീണു. പെനാൽറ്റിക്ക് അപ്പീൽ ചെയ്തു. അപ്പോൾ സിമിയോണി ഡൈവ് ചെയ്തതാണ് എന്ന് ഇംഗ്ലീഷ് താരങ്ങൾ അവിടെ നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ റഫറി നീൽസൺ അദ്ദേഹം പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. അങ്ങനെ മത്സരത്തിൻ്റെ 6ാമത്തെ മിനിറ്റിൽ തന്നെ അർജന്റീനയ്ക്ക് അനുകൂലമായി ഒരു പെനാൽറ്റി കിട്ടുകയാണ്. ആ പെനാൽറ്റി എടുത്തത് ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടയാണ്. ബാറ്റിസ്റ്റൂട്ട അടിച്ച ബോൾ അത് ഒരു തരത്തിൽ ഡേവിഡ് സീമാൻ കയ്യിൽ ഒതുക്കിയേനെ. പക്ഷേ ആ അടിയുടെ ശക്തിയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോസ്റ്റിനകത്തേക്ക് പോയി. അങ്ങനെ 6ാം മിനിറ്റിൽ തന്നെ ഒരു ഗോളിന് അർജന്റീന മുന്നിൽ. മത്സരം അവിടെ നിന്നില്ല. അങ്ങേയറ്റം സംഘർഷഭരിതമായ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. 10 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റിൽ അതാ അടുത്ത പെനാൽറ്റി വരികയാണ്. അന്ന് 18 വയസ്സ് മാത്രം പ്രായമുള്ള ഇംഗ്ലണ്ടിൻ്റെ യങ് സെൻസേഷൻ മൈക്കിൾ ഓവൻ പന്തുമായി അർജന്റീനയുടെ പെനാൽറ്റി ബോക്സിലേക്ക് കുതിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ റോബർട്ടോ അയാള ടാക്കിൾ ചെയ്തു. അതൊരു മിനിമൽ ടച്ച് ആയിരുന്നു എന്ന് പിന്നീട് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായാലും മൈക്കിൾ ഓവൻ വീണു. റഫറി വീണ്ടും പെനാൽറ്റി വിധിക്കുന്നു. അപ്പോൾ അർജന്റീനയ്ക്ക് അനുകൂലമായ ഒരു പെനാൽറ്റി, ഇംഗ്ലണ്ടിന് അനുകൂലമായി അടുത്ത പെനാൽറ്റി. ക്യാപ്റ്റൻ അലൻ ഷീററാണ് പെനാൽറ്റി എടുത്തത്. യാതൊരു സംശയവുമില്ലാതെ അലൻ ഷീറർ ആ ഗോളടിക്കുന്നു. അങ്ങനെ മത്സരം 1-1. ഇനിയാണ് മത്സരത്തിൽ ഏറ്റവും നിർണായകമായ നിമിഷങ്ങൾ വരാൻ പോകുന്നത്. 6 മിനിറ്റ് കൂടി കഴിഞ്ഞു. സ്വന്തം ഹാഫിൽ നിന്ന് ഡേവിഡ് ബെക്കാം ചിപ്പ് ചെയ്ത് കൊടുത്ത ഒരു പന്തുമായി മൈക്കിൾ ഓവൻ്റെ റണ്ണാണ് 1986-ലെ മറഡോണയുടെ ഓട്ടത്തെ അനുസ്മരിപ്പിക്കുമാർ മാഗ്നിഫിസൻറ്റ് റൺ. മൈക്കിൾ ഓവൻ റോബർട്ടോ അയാളെ മറികടന്ന് കാർലോസ് റോവയെ കബളിപ്പിച്ചുകൊണ്ട് അത്യുഗ്രൻ ഗോൾ 1986-ൽ തന്നതിന് 1998-ൽ തിരിച്ചു കൊടുക്കുകയാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് 1986-ലെ ഗോൾ മറഡോണയുടെ ചരിത്ര ഗോളാണെങ്കിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഇംഗ്ലണ്ടിൻ്റെ ചരിത്ര ഗോളാണ് അന്ന് മൈക്കിൾ ഓവൻ അർജന്റീനയ്ക്കെതിരെ നേടിയത്. ഇംഗ്ലീഷ് ഗ്യാലറികൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സപ്പോർട്ടേഴ്സ് ആ ഗാലറിയിൽ നിന്ന് പൊട്ടിത്തെറിച്ചു അക്ഷരാർത്ഥത്തിൽ എന്ന് പറയാം. അങ്ങനെ 2-1 അർജന്റീനയ്ക്കെതിരെ ഇംഗ്ലണ്ട് മുന്നിൽ നിൽക്കുകയാണ്. മത്സരം പകുതി സമയത്തോട് അടുക്കുന്നു. പോസ്റ്റിന് സമീപത്ത് നിന്നൊരു ഫ്രീ കിക്ക് കിട്ടുന്നു. അപ്പോൾ ഇംഗ്ലീഷ് താരങ്ങൾ അവരുടെ മതിലൊരുക്കി. ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട കിക്കെടുക്കും എന്നാണ് ഇംഗ്ലീഷ് താരങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പെട്ടെന്ന് ഇടതുവശത്ത് നിന്ന് വന്ന യുവാൻ സെബാസ്റ്റ്യൻ വെറോൺ പന്ത് അധികമാരും ശ്രദ്ധിക്കാതെ നിന്ന് ഹവിയർ സനേറ്റിയിലേക്ക് നൽകുന്നു. സനേറ്റി കണ്ണഞ്ചുന്ന വേഗത്തിൽ ഒരു ഗോൾ തൊടുക്കുന്നു. സീമാൻ നോക്കി നിൽക്കെ ഗോൾ പോസ്റ്റിനകത്തേക്ക് പതിക്കുന്നു. മത്സരം 2-2 എന്നുള്ള നിലയിൽ സമനിലയിലാവുന്നു. മത്സരം ഇടവേളയ്ക്ക് പിടിഞ്ഞു. രണ്ടാം പകുതി കഴിഞ്ഞ് 2 മിനിറ്റ് മത്സരത്തിലെ അടുത്ത ഡ്രാമ
വരികയാണ്. ഡിഗോ സിമിയോണിയും ഡേവിഡ് ബെക്കാമും തമ്മിലുള്ള പോരാട്ടം. സിമിയോണി ബെക്കാമിൻ്റെ പുറത്തേക്കൊന്ന് വീണുപോയി, ചാഞ്ഞ് വീണുപോയി. ആ സമയത്ത് ബെക്കാം കിടന്ന കിടപ്പിൽ കാലുകൊണ്ട് സിമിയോണിയെയും കൂടി വീഴ്ത്തുകയാണ്. സിമിയോണി സ്വാഭാവികമായിട്ടും വളരെ ഡ്രമാറ്റിക്കായി തന്നെ നിലത്തേക്ക് പതിക്കുന്നു. റഫറി നീൽസൺ ഡിഗോ സിമിയോണിക്ക് മഞ്ഞക്കാർഡ് കൊടുക്കുന്നു. ഡേവിഡ് ബെക്കാം എന്ന സ്വർണ്ണ തലമുടിക്കാരന് റെഡ് കാർഡ് നൽകി, മാർച്ചിങ് ഓർഡർ നൽകി റഫറി പുറത്തേക്ക് അയക്കുകയാണ്. അങ്ങനെ തുടർന്ന് ഉള്ള മിനിറ്റുകൾ 10 പേരുമായിട്ടാണ് ഇംഗ്ലണ്ട് കളിക്കുന്നത്. പിറ്റേന്ന് മിറർ പത്രം 10 സിംഹങ്ങളും ഒരു മണ്ടനും എന്ന് ബെക്കാമിനെ വിമർശിച്ച് വാർത്തയും കൊടുത്തു. പിന്നെ നടന്നത് മരണക്കളിയാണ്. അതിനിടയ്ക്ക് സോൾ ക്യാമ്പൽ ഒരു ഗോൾ അടിച്ചതാണ്. ക്യാമ്പലിൻ്റെ ഹെഡർ പോസ്റ്റിനകത്തേക്ക് വീണതാണ്. പക്ഷേ ആ സമയത്ത് ഗോൾ അടിക്കുന്ന സമയത്ത് അലൻ ഷീററുടെ കൈമുട്ട് കാർലോസ് റോഹയുടെ മുഖത്ത് കൊണ്ടു എന്ന് റഫറി നേരിട്ട് കാണുന്നുണ്ടായിരുന്നു. റഫറി അതുകൊണ്ട് ആ ഗോൾ അനുവദിച്ചില്ല. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടന്നു. അന്ന് എക്സ്ട്രാ ടൈമിൽ ഗോൾ അടിച്ചാൽ അപ്പോൾ ജയിക്കും, ഗോൾഡൻ ഗോളുള്ള സമയമാണ്. പക്ഷേ രണ്ട് കൂട്ടർക്കും ഗോൾഡൻ ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ല. മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകുന്നു. ആദ്യത്തെ കിക്കുകൾ രണ്ടുപേരും കറക്റ്റാക്കുന്നു. രണ്ടാമത്തെ കിക്ക് ക്രസ്പോയുടെ കിക്ക് തടഞ്ഞപ്പോൾ അർജന്റീനയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഇംഗ്ലണ്ട് വിചാരിച്ചു. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ കിക്കും പാഴാവുന്നു. ഒടുവിൽ അഞ്ചാമത്തെ കിക്ക്, ഇംഗ്ലണ്ടിൻ്റെ അഞ്ചാമത്തെ കിക്ക് കാർലോസ് റോവ തടഞ്ഞു. ഇംഗ്ലണ്ട് ഒരിക്കൽ കൂടി അർജന്റീനയുടെ മുമ്പിൽ പരാജയമടഞ്ഞു. കാർലോസ് റോവ അദ്ദേഹം സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. എന്ന് മാത്രമല്ല അദ്ദേഹം സമ്പൂർണ്ണ വെജിറ്റേറിയൻ ആയിരുന്നു. അദ്ദേഹത്തെ ലച്ചുക എന്നായിരുന്നു അർജന്റീനൻ സഹ കളിക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. 2000 ആണ്ടിൽ ലോകം അവസാനിക്കും എന്ന് വിചാരിച്ച് ഉറച്ചു വിശ്വസിച്ചിരുന്ന ആളാണ് കാർലോസ് റോവ. എന്തായാലും റോവയുടെ സേവിൽ ഇംഗ്ലണ്ട് അർജന്റീനയ്ക്ക് മുമ്പിൽ തുടർച്ചയായ 2ാം തവണയും 86-ൽ പിന്നെ ഇപ്പോൾ കാർലോസ് റോവയുടെ സേവ് കൊണ്ട് 98-ൽ അവർ അർജന്റീനയ്ക്ക് മുമ്പിൽ പരാജയപ്പെടുകയാണ്. വർഷം 4 മുന്നോട്ട് പോയി. അപ്പോഴേക്ക് അർജന്റീനയിലെ രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും മോശമായി. ഡാനിയൽ പാസറല്ല ഒഴിഞ്ഞു. ഹൊസെ പെക്കർമാനോട് അർജന്റീനയുടെ കോച്ചാവാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം വിസമ്മതിച്ചു. മാഴ്സലോ ബിയൽസ കോച്ചായി സ്ഥാനമേറ്റു. അദ്ദേഹത്തിന് 2002 ലോകകപ്പ് ആകുമ്പോഴേക്ക് 8 മാസത്തെ ശമ്പളം കുടിശ്ശികയായിരുന്നു. അന്ന് അർജന്റീനയെ സംബന്ധിച്ച് സാമ്പത്തിക തകർച്ച അതിൻ്റെ പാരമ്യത്തിലായിരുന്നു. പണം മാത്രമല്ല, ആത്മാഭിമാനവും നഷ്ടമാകുന്ന, ആത്മാഭിമാനം IMFന് പണയം വെച്ച അവസ്ഥയിലായിരുന്നു അന്ന് അർജന്റീന. 2001-ലെ ഒരു മാസം മാത്രം 3 ധനമന്ത്രിമാർ മാറി മാറി വന്നു. അന്ന് ഈ ജോലിക്കാരുടെ, സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും ഒക്കെ ശമ്പളം വെട്ടിക്കുറച്ചതിനെ തുടർന്ന് വലിയ സ്ട്രൈക്ക്, ജനറൽ സ്ട്രൈക്ക് നടന്നു. മൊത്തത്തിൽ സാമ്പത്തിക അസ്ഥിരതയിൽ ജനം അങ്ങേയറ്റം ആശങ്കാകുലരും അതുപോലെ തന്നെ ദേഷ്യത്തിലുമായിരുന്നു. കളിക്കാർക്ക് തന്നെ ശമ്പളം കിട്ടാൻ സമരം ചെയ്യേണ്ടി വന്നു. അങ്ങനെ AFA തങ്ങളുടെ കളിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വായ്പ എടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. ആ കാലത്ത് അർജന്റീനയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നിരവധി ജനങ്ങൾ, 1/3 വോട്ടർമാർ അവരുടെ വോട്ടിംഗ് അവകാശം വിനിയോഗിക്കാൻ വേണ്ടി പോളിംഗ് ബൂത്തിൽ എത്തിയതിനു ശേഷം അവർ വോട്ട് ചെയ്ത് ആ ബാലറ്റ് പേപ്പർ കീറി എറിയുന്ന സംഭവം പോലും ഉണ്ടായി. തൊഴിലില്ലായ്മ 20% വളർന്നു. ഇൻഫ്ലേഷൻ 40%. അർജന്റീനയിലെ ഫുട്ബോൾ ക്ലബ്ബുകൾ പാപ്പരായി. ആ സമയത്ത് ശരിക്ക് ലീഗ് നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലായി അർജന്റീന. ആ ഘട്ടത്തിൽ ഒരിക്കൽ ബൊക്ക ജൂനിയേഴ്സിൽ യുവാൻ റോമൻ റിക്കോൽമിയെ നിലനിർത്താൻ വേണ്ടി എല്ലാ ആരാധകരോടും $2 വീതം സംഭാവന ചോദിക്കുക പോലും ഉണ്ടായി മൗറീഷ്യോ മക്രി. ആ നിലയിൽ അർജന്റീന ഫുട്ബോൾ വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടത്തിലാണ് 2002-ൽ ഏഷ്യയിൽ ലോകകപ്പ് നടക്കുന്നത്. ആ സമയത്ത് ഏഷ്യൻ ലോകകപ്പിന് ജപ്പാനിലേക്കും കൊറിയയിലേക്കും അർജന്റീന ടീം യാത്ര തിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട കളിക്കാർക്ക് റോബർട്ടോ അയാള, യുവാൻ സെബാസ്റ്റ്യൻ വെറോൺ, ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട, ക്ലോഡിയോ കനീജ തുടങ്ങിയ പ്രധാനപ്പെട്ട കളിക്കാർ ഫുള്ളി ഫിറ്റായിരുന്നു പോലുമില്ല. അന്നത്തെ കോച്ച് യുവാൻ റോമൻ റിക്കോൽമിയെ ടീമിലെടുക്കാനൊട്ട് സന്നദ്ധനായിരുന്നുമില്ല. ആ ലോകകപ്പിന് പോകുമ്പോൾ അർജന്റീനയെ സംബന്ധിച്ച് ഫുട്ബോളിന് മാത്രമേ ആ തകർന്നുകൊണ്ടിരുന്ന രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയുകയുണ്ടായിരുന്നുള്ളൂ. അർജന്റീന എന്ന ദേശരാഷ്ട്രത്തിൻ്റെ യൂണിറ്റി അല്ലെങ്കിൽ യൂണിഫൈങ് ഫാക്ടർ എന്ന് പറയുന്നത് ഫുട്ബോൾ മാത്രമായിരുന്നു. അപ്പോൾ തകർന്ന സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യത്തെ ജനങ്ങളെ ഫുട്ബോൾ കൊണ്ട് ആനന്ദിപ്പിക്കാനാണ് 2002-ലെ ടീം അവർ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നത്. ആ വേൾഡ് കപ്പിൽ അവർ ഇംഗ്ലണ്ടിൻ്റെ അതേ ഗ്രൂപ്പിൽ ഉണ്ടായി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആദ്യത്തെ മത്സരം വിജയിക്കുന്നു, നൈജീരിയക്കെതിരെയുള്ള മത്സരം അവർ വിജയിക്കുന്നു. രണ്ടാമത്തെ മത്സരമാണ് ഇംഗ്ലണ്ടിനെതിരെ. 1998-ലെ ലോകകപ്പ് വിജയത്തിൻ്റെ ഓർമ്മകൾ ഉണ്ട്. ഏതാണ്ട് അതേ കളിക്കാരൊക്കെ തന്നെ നേർക്ക് നേർ വരുമ്പോൾ എന്ത് സംഭവിക്കും? 2002-ലെ മത്സരം ആരംഭിക്കുന്നു. 10-ാം നമ്പർ താരം ഏരിയൽ ഓർട്ടേഗ ആഷ്ലി കോളിനാൽ പലതവണ ഫൗൾ ചെയ്യപ്പെടുന്നു. കോളുമായിട്ടുള്ള വാക്കുതർക്കത്തിൽ ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടയ്ക്ക്
മഞ്ഞക്കാർഡ് കിട്ടുന്നു. ആ മത്സരത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ആ മത്സരം നിയന്ത്രിച്ച റഫറി നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന മുട്ടത്തലയുള്ള ഉണ്ടക്കണ്ണുള്ള ഇറ്റാലിയൻ റഫറി പിയർ ലൂഗി കൊളീനയാണ് ആ മത്സരം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. 2002 ലോകകപ്പിലെ നാടകീയത തുടങ്ങുന്നത് മൈക്കൽ ഓവനിൽ നിന്ന് തന്നെയാണ്. മൈക്കൽ ഓവൻ ഗംഭീരമായൊരു ഷോട്ട് അർജൻറ്റീനയുടെ പോസ്റ്റിനെ കുലുക്കുന്ന ഒരു അടിയടിച്ചു. പക്ഷേ അത് പോസ്റ്റിൽ തട്ടി മടങ്ങി. 43-ാം മിനിറ്റ് 98 ഓർമ്മകൾ ഉണർത്തുന്ന ഒരു നീക്കം. അർജൻറ്റീനയുടെ പെനാൽറ്റി ഏരിയയിലേക്ക് മൈക്കൽ ഓവൻ പ്രവേശിക്കുന്നു. ഓവനെ ടാക്കിൾ ചെയ്യാൻ മൗറീഷ്യോ പൊച്ചറ്റിനോയാണുള്ളത്. ഓവൻ വീഴുന്നു. കൊളീന പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇംഗ്ലണ്ടിന് അനുകൂലമായ പെനാൽറ്റി എടുക്കാൻ വരുന്നത് മറ്റാരുമല്ല, ഡേവിഡ് ബെക്കാമിൻ്റെ തകർപ്പൻ ഒരു ഷോട്ട് ഗോളായിരിക്കുന്നു. 98 അപമാനിതനായി കണ്ണീരണിഞ്ഞ് റെഡ് കാർഡ് വാങ്ങിച്ച് പുറത്തേക്ക് പോയ ഡേവിഡ് ബെക്കാം 4 വർഷം കഴിഞ്ഞ് പകരം വീട്ടിയിരിക്കുന്നു. ബെക്കാമിൻ്റെ ഗോളിന് ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ട് മുന്നിലെത്തി. രണ്ടാം പകുതി മരണക്കളിയാണ് കണ്ടത്. ഗോൾ തിരിച്ചടിച്ച് മത്സരം തുല്യമാക്കാൻ അർജൻറ്റീന കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പാബ്ലോ ഐമറും ക്രെസ്പോയും ഒക്കെ പലവട്ടം ഇംഗ്ലീഷ് ഗോൾ മുഖം റെയ്ഡ് ചെയ്തു. അതിനൊക്കെ കൗണ്ടർ അറ്റാക്കുകളും ഉണ്ടായി. പക്ഷേ ഗോൾ മാത്രം ഉണ്ടായില്ല. പൊച്ചറ്റിനോയുടെ ഒരു ഹെഡർ ഗോളായെന്ന് തോന്നിച്ചു. പക്ഷേ അർജൻറ്റീനയുടെ ഒപ്പം ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ആ മത്സരം 90 മിനിറ്റ് പൂർത്തിയാകുമ്പോൾ ഒരു ഗോളിന് ആദ്യ പകുതിയിൽ ഡേവിഡ് ബെക്കാം പെനാൽറ്റിയിലൂടെ നേടിയ ഒരു ഗോളിന് അർജൻറ്റീനയെ ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തി. അതാണ് വേൾഡ് കപ്പിലെ ഈ രണ്ട് ടീമുകളുടെയും അവസാനത്തെ മീറ്റിംഗ്. ആ വേൾഡ് കപ്പിൽ തൊട്ടടുത്ത മത്സരത്തിൽ രണ്ട് ടീമുകളും സമനില പാലിച്ചു. നൈജീരിയ ഇംഗ്ലണ്ട് മത്സരം സമനിലയിലായതോടുകൂടി അർജൻറ്റീന ആ ലോകകപ്പിൽ നിന്ന് പുറത്തായി. 2 തവണ ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീന, അന്ന് വരെ 2 തവണ ലോക ചാമ്പ്യന്മാരായ അർജൻറ്റീന ലോകകപ്പിൻ്റെ ആദ്യത്തെ റൗണ്ടിൽ പുറത്തു പോകുന്നതിനാണ് 2002 സാക്ഷ്യം വഹിച്ചത്. അതും അവരുടെ ഏറ്റവും വലിയ വൈരികളായ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ട്. സാമ്പത്തിക തകർച്ചയിലായിരുന്ന അർജൻറ്റീന പിന്നീട് പതിയെ തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു. പിന്നീട് നെസ്റ്റർ കിച്ച്നറും ക്രിസ്റ്റീന ഫെർണാണ്ടസ് കിച്ച്നറും ഭരണാധികാരികളായി. ഇടതുപക്ഷ ഭരണം നീണ്ട വർഷങ്ങൾ 2003 തൊട്ടങ്ങോട്ട് ദീർഘകാലം ഉണ്ടായി. 2015 കാലഘട്ടം വരെ ഉണ്ടായി. സാമ്പത്തികമായി അർജൻറ്റീന പതിയെ മുന്നോട്ട് വന്നു. അർജൻറ്റീനയുടെ ഫുട്ബോൾ ടീം അവരുടെ നഷ്ടങ്ങളിൽ നിന്ന് പതിയെ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരുന്നു. 2014 അവർ ലോകകപ്പിൻ്റെ ഫൈനലിലെത്തി. അതിനിടെ ലിയണൽ മെസ്സി എന്ന അവതാര പിറവിയുണ്ടായി. 2022 ലോകകപ്പ് അവർ നേടി. ഈ 2026 വീണ്ടും ഇംഗ്ലണ്ടും അർജൻറ്റീനയും ഒരു ലോകകപ്പ് വേദിയിൽ ഏറ്റുമുട്ടുകയാണ്. എന്ത് സംഭവിക്കും? അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഈ 4 ചരിത്ര മത്സരങ്ങൾ പോലെ 5ാമത്തെ മത്സരവും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുമോ? കാത്തിരുന്ന് കാണാം.